ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അയ്യോ, എട്ടാമത്തെ ദിവസത്തിൻ്റെ രാവിലെ എത്തുന്നത് അവിടുന്ന് വ്യൂ പിടിക്കാൻ പോയതാ. ഗൈസ്, ആ കാണുന്നതാണ് എന്ത് കഞ്ചാവ്. ഇതാ ഈ വ്യൂ, വയസ്സിന്റെ നൂഡിൽസ്. ആരാധകരായിരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കുന്നത്. ഡെഫിനറ്റ്ലി ആരായിട്ടും ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കടാ. ആംബിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം. 5 നൂഡിൽസ് ഉണ്ട് 5 രൂപയുടെ. പക്ഷേ നമുക്ക് നൂഡിൽസിൻ്റെ ഇതിലോ അല്ലെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയിലോ അല്ലേ, ഈ ആംബിയൻസിൽ ഇരുന്നിട്ട് ഒരു ചായ ഒത്തിരി നൂഡിൽസും കഴിക്കുന്നതിൻ്റെ ഒരു ഇത് എവിടെ പോയാലും കിട്ടില്ല അല്ലേ? അതാണ്. రాము బాబాయ్ పేరేంటి? మహేష్. మహేష్ గౌడ. ഒഡീഷയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് വെള്ളവും പെട്രോളും അടിക്കേണ്ട പെട്രോൾ പമ്പ് കയറിയതാണ്. അപ്പോൾ അവിടുത്തെ ആരോ ഏതോ ഒരു നല്ല മനുഷ്യൻ എന്തായാലും മുപ്പറ് വന്ന് ഞങ്ങളോട് ചേടുന്ന വരുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഫുഡൊക്കെ കഴിച്ചോ, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണതാ, ഇവിടെ ഡോമട്രി ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഡോമട്രിയും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ ഡോമട്രി ഒക്കെ കാണിച്ചു തരാം. ഉള്ളി സാധനമാണ് ഇവിടെ മൊത്തത്തിൽ. എന്താ പറയുക, തീരെ പെർഫെക്റ്റ് ആണ്. ഇത് നല്ല വലിപ്പമുണ്ട് പെട്രോൾ ഡോമട്രി. ഫോണിൽ ചാർജറിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചാർജിൻ്റെ പോയത് കൊണ്ട് മതി, എനിക്ക് ചാർജ് ചെയ്യുന്നില്ല ഫോണിൽ. അങ്ങനെ ഫോണിൽ ചാർജ് ആക്കി ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ നോക്കാൻ. എന്തായാലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാക്സിമം നമുക്കിന്നൊരു കൽക്കട്ട എങ്കിലും പിടിച്ച് എത്തുന്നുള്ളത് വലിയ ഉറപ്പില്ല. ഇനി 50 കിലോമീറ്റർ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കും. നൈറ്റ് റൈഡ് മാക്സിമം ഒഴിവാക്കുക. അതിപ്പോൾ വേറെ റൈഡ് പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നൈറ്റ് റൈഡ് ഒഴിവാക്കുക. കാരണം അത്ര തന്നെ നമുക്കും അതാ പറയാനുള്ളൂ. ഇത്രയും കണ്ടതുകൊണ്ട് എല്ലാം കൊണ്ട് പറയാം. ഇവിടുത്തെ ഒരു സേഫ്റ്റി, കേരളം വിട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ സേഫ്റ്റി എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കയ്യിലാണ്. ലൈക്ക് താമ്പാതി ദൈവം പാതി, ആ ഒരു കോട്ടാണ് അവിടെ വരിക. അപ്പോൾ റൈഡ് സേഫ്. ഓക്കെ, താങ്ക് യു. സോ ഞങ്ങളങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൂടുതൽ നല്ല നല്ല കാഴ്ചകളായിട്ട് വീഡിയോ എടുക്കാം. പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ? ഒഡീഷയുടെ മാപ്പ്. ഒഡീഷ ഹൈവേ റോഡിൻ്റെ രാജാക്കന്മാരാണ് വരുന്നത്. രാജാക്കന്മാർ കൂട്ടത്തോടെയാണ്. ഗൈസ്, നിങ്ങളെ നായർ പമ്പിലെ ആൾക്കാർ തുനിഞ്ഞ് അനുഗ്രഹിച്ചു. ഒരു ഷെഡൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്നു മഴയൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ സ്റ്റേ എവിടെയാണ് ഗൈസ്. ടെൻ്റൊക്കെ അടിച്ചു. സുന്ദരമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം.
യെസ്, ഇന്ന് പിന്നെയും ഫൈസിന്റെ വക. കറക്റ്റ് ആട്ടോ റഷീച്ച പറഞ്ഞ മാതിരി. അതായത് എൻ്റെ ഉപ്പാന്റെ പെങ്ങള് ഉപ്പാന്റെ പെങ്ങളായിരുന്നു ഇന്നത്തെ ഫുഡിന്റെ സജഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് റഷീച്ച. റഷീച്ച പറഞ്ഞ ഒന്ന് കാണിക്കണേ, എടുത്ത് കാണിച്ചു കൊടുത്താ. അതെ, റഷീച്ച പറഞ്ഞ അതേ അളവും അതേ കുറച്ചുകൂടെ പൊന്തിക്ക് വായിച്ച കാണുന്നില്ല, അതേ സൈസും എല്ലാം കറക്റ്റ് ആയിട്ട്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ റഷീച്ച. റഷീദ ഇതൊക്കെ കാണുന്നുണ്ടോ? റഷീദാന്റെ സജഷൻ റഷീദ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ ഹെൽപ്പ്. ബിഗ് ലൈറ്റ്. ഇതില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു? ഫോണിലാന്ന് ചാർജും ഇല്ല. താങ്ക് യു. നടു റോട്ടുമ്പോ കൂടെ കാണിക്കുന്ന അഭ്യാസങ്ങൾ ക്രിട്ടിക്കലായിട്ട് പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ പരിഗണനയാണിത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ്. ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. റോഡൊക്കെ പക്ക അബദ്ധമാണ്. എവിടെ എത്തിപ്പെടുമെന്ന് പോലും